ടെൻത്തിൻ്റെയും +2ൻ്റെയൊക്കെ എക്സാം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എനിക്ക് മെസ്സേജസ് വരുന്നത് +2 കഴിഞ്ഞ് സൈക്കോളജി പഠിക്കാനാണ് താല്പര്യം, സോ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും. സോ അത്തരം കുറച്ച് ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് സൈ ഷെയർ. ഹ്യൂമാനിറ്റീസ് ആയാലും കൊമേഴ്സ് ആയാലും കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും ഒന്നും പ്രശ്നമില്ല. നമുക്ക് ബേസിക്കലി വേണ്ടുന്നത് ഇതിനെ പറ്റിയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, അതായത് BA BSc സൈക്കോളജി. സോ BSc സൈക്കോളജിയാണ് ഇപ്പോൾ മോസ്റ്റ്ലി ഉള്ളത്. അപ്പോൾ BSc സൈക്കോളജിയിൽ വരുമ്പോൾ അതിലൊരു കോർ പേപ്പറാണ് ഫിസിയോളജി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ് എങ്കിൽ പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പമുണ്ടായിരിക്കും. അല്ലാത്തവർ കുറച്ചും കൂടി എഫേർട്ട് ഇടേണ്ടി വരും എന്ന് മാത്രം. ഇനി ഇത് എന്തിനു വേണ്ടി പഠിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോസ്റ്റ് ഓഫ് ദി സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് വരുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഈ ബ്രെയിൻ സ്ട്രക്ചേഴ്സ് വെച്ചിട്ടും പല ന്യൂറോ കെമിക്കൽസിന്റെ ചേഞ്ചസും ഇതൊക്കെ കൊണ്ടാണ്. സോ അതിന്റെ എല്ലാം ഒരു അടിസ്ഥാനം പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫിസിയോളജി പേപ്പർ ഉള്ളത്. അപ്പൊ അത് മനസ്സിലാക്കി പഠിക്കാനായിട്ടുള്ള എഫേർട്ട് എടുക്കാനായിട്ട് പറ്റും. സോ അത് പഠിച്ചെടുക്കാനായിട്ടുള്ള ഒരു മോട്ടിവേഷനും ഒരു മൈൻഡും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് സ്ട്രീമിൽ നിന്ന് വന്നാലും അതൊരു പ്രശ്നമാവുന്ന കാര്യമല്ല. ഇപ്പൊ ആക്ച്വലി BA കോഴ്സ് കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് ഐ എം നോട്ട് വെരി ഷുവർ അബൌട്ട് ഇറ്റ്. ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. BSc ആണ് ഇപ്പം എല്ലായിടത്തും കാണുന്നത്, BSc സൈക്കോളജി ആണ് കാണുന്നത്. ഇതുകൂടാണ്ട് ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ലൈക്ക് ബാംഗ്ലൂരൊക്കെയാണ് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത്, BSc ക്ലിനിക്കൽ സൈക്കോളജി, BA എന്തൊക്കെയോ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ നിങ്ങൾ ഒന്നും കൂടെ യൂണിവേഴ്സിറ്റി പ്രോസ്പെക്ടസും ഇതൊക്കെ ഉള്ളതാണോ എന്നൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. BScയിൽ തന്നെ ക്ലിനിക്കൽ സൈക്കോളജി പഠിച്ച് പോകണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. ബാക്കി നമ്മുടെ കേരളത്തിലെ യൂണിവേഴ്സിറ്റീസിലെല്ലാം ജനറൽ സൈക്കോളജി ആണുള്ളത്. അതായത് ഇപ്പോൾ നമ്മൾ സൈക്കോളജിയിൽ വരുന്ന വേരിയസ് സബ്ജക്ട്സിന്റെ എല്ലാം ഒരു ബേസ് പഠിച്ചു പോകുന്നതാണ് നമ്മുടെ ഡിഗ്രി ലെവൽ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ BSc ആണ് ഇപ്പോൾ മോസ്റ്റ്ലി എല്ലായിടത്തും ഉള്ളത്. BA ഇപ്പം അധികം കണ്ടുവരുന്നതല്ല. വിച്ച് ഇസ് ബെറ്റർ എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ഐ വിൽ സേ BSc ഈസ് ബെറ്റർ. മിനിമം 55% മാർക്ക് ഇൻ +2 എന്നുള്ളതാണ് ബേസിക് ക്രൈറ്റീരിയ. അതും ഈ പറഞ്ഞതുപോലെ ചില കോളേജസിനനുസരിച്ചിട്ട്, ഇപ്പോൾ ഈ ഓട്ടോണോമസ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഇതനുസരിച്ചിട്ട് മാറാൻ സാധ്യതയുണ്ട്. പിന്നെ ഡെഫിനറ്റ്ലി ഇപ്പോൾ 100% മാർക്കുള്ള കുട്ടിയും ഒരു 70% മാർക്കുള്ള കുട്ടിയും വന്നു കഴിഞ്ഞാൽ 100% മാർക്ക് കുട്ടിക്ക് ആദ്യത്തെ അലോട്ട്മെന്റിൽ പോകാനായിട്ട് ചാൻസ് ഉണ്ട്. പക്ഷേ അപ്ലൈ ചെയ്യാനായിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 55% മാർക്ക് ആണ്. മാത്സ് എന്നൊരു സബ്ജക്റ്റ് ഇല്ല എന്ന് വിചാരിച്ച് സൈക്കോളജി എടുത്ത് അബദ്ധത്തിൽപ്പെട്ട കുറച്ച് വ്യക്തികളെങ്കിലും എനിക്കറിയാം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് അത്ര ബാധകമാണോ എന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് ആണ്. ഇനി ഈ സ്റ്റാറ്റിയുടെയും ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലും ഈ ഡിസർട്ടേഷൻ്റെ വർക്ക്സിനാണെങ്കിലും, ഇനി അതല്ല ഇൻ ഫ്യൂച്ചർ നമുക്കൊരു PhD ചെയ്യേണ്ട കാര്യമാണെങ്കിലും, ലൈക്ക് ഡിഗ്രി ലെവലിലും PG ലെവലിലും എല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റിസർച്ച് എന്ന് പറയുന്നത്. സോ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ കമ്പ്യൂട്ടേഷനും അനാലിസിസും ഒക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടും പിന്നെ ഈ പല സ്കെയിൽസും വന്ന വഴികളൊക്കെ അറിയാനൊക്കെ ആയിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് സൈക്കോളജിയിൽ. അപ്പം അതുകൊണ്ട് തന്നെ മാത്സിൻ്റെ ഭയങ്കര ഭീമാകാര ഇൻറ്റഗ്രേഷനോ ഡിഫറൻസിയേഷനോ ഒന്നും അറിഞ്ഞിരിക്കണം എന്നല്ല, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഒന്ന് മനസ്സിലാച്ചാൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. ബട്ട് ഡെഫിനറ്റ്ലി മാത്സ് ഉണ്ടോ എന്ന് വെച്ചാൽ ഈ ഒരു രൂപത്തിലാണ് മാത്സ് സൈക്കോളജിയിൽ വരുന്നത്. ബേസിക്കലി നമുക്ക് ഡിഗ്രി ലെവലിൽ അഡ്മിഷൻ കിട്ടാനായിട്ട് അങ്ങനെ ഒരു എൻട്രൻസ് ബേസ്ഡ് അല്ല യൂണിവേഴ്സിറ്റീസിലുള്ള അഡ്മിഷൻസ് വരുന്നത്. നമ്മൾ മറ്റ് ഏതൊരു ആർട്സ് കോളേജിലും പോകുന്നത് പോലെ തന്നെ ഏകജാലകം വഴി നമ്മുടെ മെറിറ്റ് ഒക്കെ അനുസരിച്ചിട്ടാണ് നമുക്ക് കോളേജസിൽ അഡ്മിഷൻ കിട്ടുക. മിനിമം 55% to 60% അഗ്രിഗേറ്റ് മാർക്ക് വേണം എന്നാണ് പറയുന്നത്. ഓരോ സബ്ജക്ട് വൈസ് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. പിന്നെ +1 +2 സൈക്കോളജി നിങ്ങൾ പഠിക്കണം എന്ന് നിർബന്ധമില്ല. ആൻഡ് യെസ്, അപ്പം അങ്ങനെ കൂടുതൽ നമ്മൾ എൻട്രൻസ് എക്സാമിനേഷൻ പിന്നെ ഈ പറയുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ അഡ്മിഷൻ വേണമെങ്കിലാണ്. അപ്പോൾ അതായത് ചില കോളേജസിലൊക്കെ ഇൻറ്റഗ്രേറ്റഡ് കോഴ്സാണ്, അതായത് ഡിഗ്രിയും PGയും ഒരിടത്ത് തന്നെ നമുക്ക് പഠിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. സോ അത്തരം സ്ഥലങ്ങളിൽ യൂണിവേഴ്സിറ്റി എൻട്രൻസുകൾ ഉണ്ടായിരിക്കും. ഇനി അതല്ല ചില ഓട്ടോണോമസ് കോളേജസിലും ഇപ്പോൾ രാജഗിരി പോലത്തെ കോളേജസിൽ എൻട്രൻസ് ഉണ്ടോ എന്ന് എനിക്ക് ഉറപ്പല്ല. ബട്ട് സ്റ്റിൽ അങ്ങനത്തെ ചില ഓട്ടോണോമസ് കോളേജുകളിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം അതൊക്കെ കോളേജ് ലെവലിൽ വരുന്നതാണ്. അതർവൈസ് നമ്മുടെ കേരളത്തിലുള്ള മറ്റു യൂണിവേഴ്സിറ്റീസിൽ അങ്ങനെ അധികം എൻട്രൻസ് എക്സാം വന്നിട്ടില്ല എന്നുള്ളതാണ് സോഫാർ ഉള്ള എൻ്റെ ഒരു അറിവ്. വൺ ബെസ്റ്റ് കോളേജ് ഫോർ സൈക്കോളജി എന്ന് പറഞ്ഞ് ചോദിച്ചാൽ അങ്ങനെ ഒരു കൃത്യമായ ഒരു കോളേജിനെ പറയുന്നതിലും ഐ തിങ്ക് ലൈക്ക് നമ്മൾ ഏത് യൂണിവേഴ്സിറ്റി പോകണം എന്ന് തീരുമാനിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ കേരളത്തിൽ തന്നെയാണെങ്കിൽ നമുക്ക്
കേരള യൂണിവേഴ്സിറ്റി ഉണ്ട്, MG യൂണിവേഴ്സിറ്റി ഉണ്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്, കണ്ണൂർ യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇത് കൂടാണ്ട് മറ്റ് ലൈക്ക് ഓട്ടോണോമസ് ആയിട്ടും ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഉണ്ട്. ലൈക്ക് ചിന്മയൊക്കെ ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ് കേരളത്തിലുള്ളത്. സോ അത്തരം ഏത് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് പോകണം, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ സിലബസ് ഒന്നും കൂടെ വ്യക്തമായിട്ടൊന്ന് നോക്കിയതിന് ശേഷം ആ ഒരു യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിലുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജ് ആണെങ്കിലും എയ്ഡഡ് കോളേജ് ആണെങ്കിലും പ്രശ്നമല്ല. ആ സിലബസ് എല്ലായിടത്തും സെയിം തന്നെയായിരിക്കും ഫോളോ ചെയ്യുന്നത്. പിന്നെ ആ ഒരു കോളേജിൻ്റെ ആംബിയൻസും കാര്യങ്ങളും ഒക്കെ നോക്കി സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ ബേസിക്കലി കോളേജ് എന്നതിലുപരി നമ്മുടെ ആ ഒരു ഇഷ്ടപ്പെട്ട സിലബസ് നോക്കാനായിട്ട്, പിന്നെ നമുക്ക് മറ്റ് കോളേജിന് വേണ്ടുന്ന ഫാക്ടേഴ്സ് ഒക്കെ ഏതാണെന്ന് വെച്ചാൽ അതും കൂടെ നോക്കി തിരഞ്ഞെടുക്കാനേ ഞാൻ പറയുള്ളൂ. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ പറയുകയാണെങ്കിൽ ഡിഗ്രിക്ക് ഡെഫിനറ്റ്ലി ഒരു MG യൂണിവേഴ്സിറ്റി സിലബസ് അത്യാവശ്യം നല്ല സിലബസ് ആണ്. പിന്നെ കുറച്ചും കൂടി ഒരു ഓപ്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ മേ ബി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓപ്ഷൻസ് പലത് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഏത് സബ്ജക്ട്സിൻ്റെ മിശ്രിതം എങ്ങനെ വരുന്നു എന്നുള്ളത് നോക്കിയിട്ട് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇനി ഇതല്ല, നിങ്ങൾക്ക് ഔട്ട്സൈഡ് കേരള പോകാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അവിടെയും ഈ പറയുന്ന CUCET ലൈക്ക് മൊത്തം സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൻ്റെ ഒരു കോമൺ എൻട്രൻസ് എക്സാമാണ് അതിന് വരുന്നത്. സോ അതിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജസ് അല്ലെങ്കിൽ മറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് നോക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെയും സിലബസ് നോക്കുക, ക്യാമ്പസ് നോക്കുക, ഫാക്കൽറ്റീസിനെ നോക്കുക, അങ്ങനെയൊക്കെ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതാണ് ഒരു പ്രധാന പ്രശ്നം. ഡിഗ്രി കഴിഞ്ഞിറങ്ങുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സത്യം പറഞ്ഞാൽ സൈക്കോളജിക്ക് അങ്ങനെ വലിയ കരിയർ ഓപ്പർച്യൂണിറ്റി ഒന്നുമില്ല. മറ്റേതൊരു ഡിഗ്രി കോഴ്സും കഴിഞ്ഞ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെയും ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു സൈക്കോളജിസ്റ്റ് എന്നൊരു ലേബലിലോ ഒരു കൺസൾട്ടൻ്റ് എന്നുള്ളൊരു ലേബലിലോ കൗൺസിലർ എന്നൊന്നും പറഞ്ഞിട്ട് ഇരിക്കാനായിട്ടുള്ള ഇത് ആക്ച്വലി ഇല്ല. സോ മിനിമം PG എങ്കിലും കഴിയുന്നവരെയാണ് കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് എന്ന് വിളിക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ കുറേ ആളുകൾ ക്ലിനിക്കൽ സൈക്കോളജി എന്നുള്ളൊരു എയിം വെച്ച് മാത്രം വരുന്നവരാണ്. അപ്പോൾ അവർ ഈ BSc ക്ലിനിക്കൽ സൈക്കോളജി പഠിച്ചു എന്ന് പറഞ്ഞ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണെന്ന് പറഞ്ഞ് നമ്മളെ തന്നെ വിളിക്കുന്നത് അത്ര വലിയ സുഖമുള്ള പരിപാടിയല്ല. സോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന് നമ്മളെ തന്നെ അഭിസംബോധന ചെയ്യണമെങ്കിൽ മിനിമം അല്ല, നമുക്ക് MPhil വിത്ത് RCA രജിസ്ട്രേഷൻ ഉള്ളവരെയാണ് അങ്ങനെ പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പം ക്ലിനിക്കൽ സൈക്കോളജി മാത്രമല്ല ഇതിലുള്ള ഒരു സബ്ജക്റ്റ് എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ലൈക്ക് നമുക്ക് ഏതൊരു ഫീൽഡിലാണോ ഇൻട്രസ്റ്റ് ഉള്ളത് അതിലെല്ലാത്തിലേക്കും നമുക്ക് തിരിച്ചുവിടാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ് തുറന്നു കിടക്കുന്ന ഒരു സാധനമാണ് ആക്ച്വലി സൈക്കോളജി എന്ന് പറയുന്നത്. സോ മിനിമം PG എങ്കിലും കഴിയണം പക്ഷെ അതിന് എന്നുള്ളതാണ് ഇതിലെ ഒരു സാഡ് ഫാക്ട്. പിന്നെ ഡിപ്പെൻഡിങ് അപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ്, നമ്മൾ ചെയ്തിട്ടുള്ള ഇന്റേൺഷിപ്സ് അല്ലെങ്കിൽ നമ്മുടെ പ്രോജക്ട്സ് ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു സ്ഥലത്ത് ജോയിൻ ചെയ്യാം. ലൈക്ക് PGക്ക് ഇപ്പോൾ DRDO അങ്ങനത്തെ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ എക്സാംസ് ഒക്കെ എഴുതിയെടുത്ത് കയറാൻ പറ്റിയ പെട്ടെന്ന് തന്നെ ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ അത് ഓരോ കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ ഒക്കെ കാര്യങ്ങളിലാണ് പിന്നീട് മുന്നോട്ട് പോകുന്നത്. അതർവൈസ് ഡിഗ്രി കഴിഞ്ഞാൽ ഇപ്പോൾ എന്തോ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ചാൽ ആസ് ഓഫ് നൗ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഈ ഇന്റേൺഷിപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് നല്ലതായിരിക്കും. സോ ബേസിക് ഡൗട്ട്സ് ക്ലിയർ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിഫിക്കേഷൻസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഇതിൽ കമൻറ്റ് ഇടാം, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. മാക്സിമം എല്ലാത്തിനും റിപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ യെസ്, അപ്പം ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോസ് നമുക്ക് കാണാനായിട്ട് പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. അപ്പോൾ അൺടിൽ നെക്സ്റ്റ് വീഡിയോ, ബൈ ബൈ.